നമസ്കാരം. ഇന്ന് ഞാൻ യാത്രയെക്കുറിച്ച് അല്പം പറയുവാൻ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ മെയ് മാസം, അതായത് 2025 മെയ് മാസം 12-ാം തീയതി ഞാൻ ചൈനയിലെ ഗ്വാങ്ചോ നഗരത്തിലെത്തി. എന്നെ ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു ഗ്വാങ്ചോ നഗരം. അവിടുത്തെ യാത്രാ സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, വെറും സാധാരണക്കാരായ മനുഷ്യർക്ക് സൈക്കിൾ ചവിട്ടി ഒരിടത്ത് പോകണോ, അതിന് സൈക്കിൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, റോഡ് അരികിൽ തന്നെ വെച്ചിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ച് യാത്ര ചെയ്യണോ, അതിന് മോട്ടോർ സൈക്കിളും റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഈ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കാൻ വലിയ ലൈസൻസ് ഒന്നും വേണമെന്നില്ല. അത് ഈ കുട്ടികളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ കൊച്ചുകുട്ടികൾ സൈക്കിളിൽ ബാറ്ററി ഓപ്പറേറ്റ് ചെയ്യുന്ന ചെറിയ സൈക്കിൾ ഓടിച്ചു പോകുന്നതിൻ്റെ ഒരു വലിയ മാറ്റം, മറ്റൊരു തരത്തിലുള്ള രീതിയിൽ കരുതിയാൽ മതി. എന്നാൽ മെയിൻ റോഡിൽ ഇറങ്ങാൻ പാടില്ല. മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കാനും സൈക്കിൾ ഉപയോഗിക്കാനും ഒക്കെയുള്ള ലൈനുണ്ട്. അതിലൂടെ അങ്ങ് ഓടിച്ചു പോകാം. നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ കൊണ്ടുപോയി ആ സൈക്കിളോ മോട്ടോർ സൈക്കിളോ ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് പോകാം. നിങ്ങൾ തിരിച്ചു വന്ന് ഈ സൈക്കിളും മോട്ടോർ സൈക്കിളും എടുത്തെടുത്ത് തന്നെ തിരിച്ചുകൊണ്ട് ഇടണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നവർ ഊബർ ഉപയോഗിച്ച് കാർ അവൈലബിൾ ആക്കാം. അതുപോലെ ടാക്സി വേണമെങ്കിൽ ടാക്സി എടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും യുക്തി പോലെ, ആവശ്യം പോലെ നമുക്കതൊക്കെ ചെയ്യാം. അതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഞാൻ ആദ്യത്തെ സൈക്കിൾ മോട്ടോർ സൈക്കിളിൻ്റെ കാര്യം പറയട്ടെ. നമ്മൾ എടുക്കുക, ഉപയോഗിക്കുക, റോഡ് സൈഡിൽ തന്നെ വെച്ച് പോവുക. പക്ഷെ ഇതൊക്കെ ഓൺ ചെയ്യുന്ന കമ്പനികളുണ്ട്. അവരുടെ സ്റ്റാഫ്, അവരുടെ ജോലിക്കാർ അത് കളക്ട് ചെയ്ത് അതെവിടെയാണോ കൊണ്ട് തിരിച്ചു വയ്ക്കേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചോളും. അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ടാണോ? അല്ല, ഫ്രീ ആയിട്ടല്ല. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ആളുടെ അവരുടെ ആ ലേസർ സ്കാനിങ്ങിലൂടെ അവർ ആ വാഹനത്തിൻ്റെ അതിലുള്ളൊരു സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞാലേ അവർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മൂവ് ചെയ്ത് എത്ര ദൂരം നിങ്ങൾ ഓടിച്ചോ ഉപയോഗിച്ചോ അതിനനുസരിച്ചുള്ള റേറ്റ് അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ കമ്പനിക്ക് അതങ്ങ് ചെല്ലും. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ആരോടും ബാർഗൈനിങ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സൈക്കിളാണെങ്കിൽ സൈക്കിൾ ചവിട്ടി പോകണമെങ്കിൽ സൈക്കിൾ ചവിട്ടാം, മോട്ടോർ ബൈക്ക് എടുത്ത് അതിലുപയോഗിച്ച് അതിൽ യാത്ര ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വന്നതാണ്. അപ്പോഴേക്ക് എന്നിട്ട് ഞാൻ കേരളത്തിലെത്തും. കേരളത്തിൽ തമ്പാനൂരിൽ ഞാനെത്തി. ഞാൻ അമേരിക്കയിൽ നിന്നാണ് വരുന്നതെങ്കിലും എൻ്റെ കയ്യിൽ വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നടന്നു പോകേണ്ടടുത്ത് നടന്നു പോകുന്നു, ഓട്ടോറിക്ഷ എടുക്കേണ്ടടുത്ത് ഓട്ടോറിക്ഷ എടുക്കുന്നു, ബസ്സിൽ പോയി യാത്ര ചെയ്യേണ്ടടുത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്നു, കാറിൽ അപൂർവമായിട്ട് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്നു, ആരുടെയെങ്കിലുമൊക്കെ മോട്ടോർ ബൈക്കിൻ്റെ ബാക്കിൽ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു. പണ്ടും എനിക്ക് അനുഭവം ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നുന്നത് ഓട്ടോറിക്ഷ. ഈ പണ്ടും ഓട്ടോറിക്ഷക്കാരുമായിട്ട് ഞാൻ അല്പമല്ലാത്ത ആർഗ്യുമെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും അറിയാഞ്ഞിട്ടൊന്നുമല്ല, അതുപോലെ അവിടെ വഴക്കുണ്ടാക്കാനുമല്ല, നീതിയുക്തമല്ലാത്ത രീതിയിൽ അവർ പെരുമാറിയിട്ടുള്ളപ്പോൾ പണ്ടും ഞാൻ പ്രതികരിക്കുമായിരുന്നു. ഞാൻ അവരോട് ന്യായമായ കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. അതിനൊക്കെ മാന്യമായ മറുപടിയൊന്നും ആയിരുന്നില്ല അന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ തമ്പാനൂരിൽ വന്നിട്ട് എനിക്ക് ഓൾ സെയിൻസിൻ്റെ അടുത്തുള്ള എൻ്റെ സഹോദരിയുടെ മകൻ്റെ വീട്ടിലേക്ക് പോകാൻ
ഞാൻ ചോദിച്ചു, എത്ര ആകും റേറ്റ്? ഓട്ടോറിക്ഷകൾ ഇങ്ങനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും അടുത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ആ മെയിൻ റോഡിൻ്റെ സൈഡിൽ നിരന്ന് കിടപ്പുണ്ട്. ഞാൻ ഒരാളോട് ചോദിച്ചു, എന്താണ് റേറ്റ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഷ്ടമുള്ളത് തന്നാൽ മതി. ഇഷ്ടമുള്ളത് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി. കാരണം അത് ശരിയായ ഒരു മറുപടിയല്ല. എനിക്കതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അറിയാമായിരുന്നത് കൊണ്ട് ഞാനൊന്നും പറയാതെ അവിടെ നിന്ന് മാറി. അടുത്ത ഒരു സ്ഥലത്ത് മറ്റൊരാളോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊടുക്കുന്നത് തന്നാൽ മതി, സാധാരണ കൊടുക്കുന്നത് തന്നാൽ മതി. അതും എനിക്ക് സന്തോഷകരമായ ഒരു മറുപടി ആയിരുന്നില്ല. അവിടെ നിന്നും ഞാൻ ഒന്നും പറയാതെ വേറൊരു സ്ഥലത്തേക്ക് മാറി. അങ്ങനെ മറ്റൊരാൾ എന്നോട് പറഞ്ഞു, മീറ്റർ ഇട്ട് പോകാം, അതനുസരിച്ച് തന്നാൽ മതി. അതെനിക്ക് സ്വീകാര്യമായി. അങ്ങനെ ഞങ്ങൾ മീറ്റർ ഇട്ട് പോയി. അതേസമയത്ത് വേറൊരാളോട് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ $200 രൂപ എന്നോട് ചോദിച്ച സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ മാറി മാറി ഓരോരുത്തർ ചോദിച്ചത്. എന്നിട്ട് എനിക്കറിയാമായിരുന്നു $200 രൂപയ്ക്കുള്ള ഓട്ടമില്ല. കാരണം അതിനു മുമ്പും ഞാൻ ഇത് ഉപയോഗിച്ചു, ഓട്ടോറിക്ഷ ഉപയോഗിച്ചു. ഇതിനേക്കാൾ ദൂരം യാത്ര ചെയ്തതിന് $200 രൂപ എനിക്കായില്ല. അവർ ചോദിച്ചില്ല, ഞാൻ കൊടുത്തുമില്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അറിയാം $200 രൂപ ആകില്ല എന്ന്. മീറ്റർ വെച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു പോയി. ഞാൻ അവിടെ എത്തേണ്ട സ്ഥലത്ത് ചെന്നപ്പോൾ 124 രൂപ, ഏതായാലും ചില്ലറ പൈസയുമായി. ഞാൻ ആ ഓട്ടോറിക്ഷക്കാരന് 150 രൂപ കൊടുത്തു. അദ്ദേഹം എന്നോട് ചില്ലറ എടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, അത് കയ്യിൽ വെച്ചേക്കൂ. നിങ്ങളുടെ ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ മീറ്റർ ഉപയോഗിച്ച് പോകാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളത് എനിക്ക് നിങ്ങൾക്കുള്ള എൻ്റെ ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ സന്തോഷമായി പിരിഞ്ഞു. ഞാനീ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ ഏതെല്ലാം നിലകളിലാണ് ആളുകൾ മറ്റുള്ളവർ ചൂഷണം ചെയ്യുവാൻ അവസരം കിട്ടുന്നിടത്തൊക്കെ ചൂഷണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാനാണ്. ന്യായമായി ആളുകൾ ഇടപെട്ടാൽ ന്യായമായി നമുക്ക് പ്രതികരിക്കാം, ഔദാര്യമായി നമുക്ക് അവരെ സഹായിക്കുകയും ചെയ്യാം. എന്നാൽ അന്യായമായും ഉടായിപ്പായും നമ്മോട് ഇടപെട്ടാൽ അതിനോട് പ്രതികരിച്ചേ പറ്റൂ. ആളുകൾ പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് വഷളത്വം കൂടി വരുന്നതും അതൊരു പ്രമാണമായി ഒരു ശീലമായി അത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടാകരുത് എന്ന ഈ യാത്രയിൽ എൻ്റെ ചിന്തകളെ സ്ഥിരപ്പെടുത്തുന്നതായിരുന്നു ഈ അനുഭവങ്ങൾ. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് പ്രയോജനമാവുമെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ്. ഓക്കെ, താങ്ക് യു.